The Diary of a Young Girl by Anne Frank, a presentation by BSc Chemistry students. The Diary of a Young Girl is the story of Anne Frank that inspired generation of readers for its description of her personal life as well as the political climate of her times. ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിലാണ് ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി ജനിക്കുന്നത്. അവൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കും കറേജിയസുമായിരുന്നു. പഠിക്കാൻ വളരെ ഇഷ്ടമുള്ള ആനിന് വലുതാകുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ആകണം എന്നായിരുന്നു ആഗ്രഹം. ആനും ആനിന്റെ ചേച്ചി മാർഗ്രറ്റും സ്റ്റുഡിയസും സ്മാർട്ടുമായിരുന്നു. ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഭരിച്ചിരുന്ന നാസി ജർമ്മനിയിലെ ജൂതന്മാരെ അടിമകളെ പോലെയാണ് കണ്ടിരുന്നത്. അവർക്കൊന്നിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, സിറ്റിസൺഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. യെല്ലോ സ്റ്റാറുള്ള ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അവർക്ക് വണ്ടിയിൽ കയറാൻ പാടില്ല, വണ്ടി ഓടിക്കാനുള്ള അവകാശമില്ല, രാത്രി 8 മണിക്ക് മുമ്പ് വീടിന്റെ അകത്ത് കയറണം, തിയേറ്ററിൽ പോകാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, ജൂതന്മാരുടെ കടയിൽ മാത്രമേ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പാടുള്ളൂ, ജൂതന്മാരുടെ സ്കൂളുകളിൽ മാത്രമേ പോയി പഠിക്കാൻ പാടുള്ളൂ. അത്രയും പ്ലൈറ്റ് ആയിരുന്നു അവരുടെ അവസ്ഥ. ചിലപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചു താമസിക്കേണ്ടി വരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. 1940 മെയ്യിൽ നെതർലാൻഡ്സിൽ ജർമ്മൻ ഇൻവേഷൻ നടന്നതോടെ അവരുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ ആനും കുടുംബവും ഒരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. അവരോട് 2 വർഷത്തോളം നിന്നു. ആൻ ആ സ്ഥലത്തെ സീക്രട്ട് അനക്സ് അല്ലെങ്കിൽ ആക്ടേറിയസ് എന്ന് വിളിച്ചു. ഒളിച്ചു താമസിക്കുന്നതാണ് പിടിക്കപ്പെടുന്നതിലും നല്ലത് എന്ന് അവൾ അവളുടെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരോ ആനിന്റെ കുടുംബത്തെ ഒറ്റുകയും ഗെസ്റ്റപ്പോ 1944 ഓഗസ്റ്റ് 4 അവരെ പിടികൂടുകയും ചെയ്തു. നാസിയിലുള്ള സീക്രട്ട് പോലീസിനെയാണ് ഗെസ്റ്റാപ്പോ എന്ന് പറയുന്നത്. അവരെ ഓസ്വിച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ആനിനെ അവിടെ നിന്നും ബെർഗൻ ബെൽസണിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിട്ടു. 15-ാം വയസ്സിൽ ടൈഫസ് വന്ന് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അതിന് റിപ്പോർട്ടുകളൊന്നും തന്നെയില്ല. ആനിന്റെ കുടുംബത്തിൽ അച്ഛൻ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ. ആൻ ഫ്രാങ്കിന് അവളുടെ 13-ാം വയസ്സിലെ പിറന്നാൾ സമ്മാനമായിരുന്നു ആ ഡയറി. ചുവപ്പും വെള്ളയും ചെക്കായതായിരുന്നു ഡയറിയുടെ പുറംചട്ട. കിറ്റി എന്നൊരു ഫിക്ഷണൽ ക്യാരക്ടറിന് കത്തെഴുതുന്ന രീതിയിലാണ് അവൾ അതിലെ ഓരോ ഡയറി എൻട്രിയും നടത്തിയത്. 1942 ജൂൺ 14 മുതൽ അവൾ കിറ്റിക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. അവളുടെ പേഴ്സണൽ ലൈഫ് മാത്രമല്ല, അതിൽ അന്നത്തെ കാലത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലംസും ജൂതന്മാർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരു പെൺകുട്ടിയാണെന്ന് അവളുടെ ഡയറികൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആനിന്റെ അച്ഛന് ഇങ്ങനെ ഡയറിയുടെ കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. ഡയറി പുറത്തു വന്നപ്പോൾ അത് കപടമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും പ്രചാരം വന്നു. ആനിന്റെ അച്ഛൻ ഒരുപാട് കാലം ലീഗലി ബാറ്റിൽ ചെയ്തിട്ടാണ് അതിന്റെ ഒതന്റിസിറ്റി റീസ്റ്റോർ ചെയ്തത്. ഡയറിയിലെ കുറെ ഭാഗങ്ങൾ ആനിന്റെ അച്ഛൻ കീറിക്കളയാൻ ശ്രമിച്ചു. അതിൽ അവരുടെ കുടുംബത്തിലുണ്ടായ കോൺഫ്ലിക്റ്റുകളും അവളുടെ ക്രഷിനെ പറ്റിയുള്ള കാര്യങ്ങളുമായിരുന്നു. എന്നാൽ അതെല്ലാം വിഫലമായി. ഡച്ച് ഭാഷയിലാണ് ആൻ അവളുടെ ഡയറി എഴുതിയത്. 70 ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ പുസ്തകത്തിന്റെ 30 മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞു. ഈ പുസ്തകത്തിന്റെ അഡാപ്റ്റേഷനായ നാടകം പുലിറ്റ്സർ പ്രൈസ് നേടുകയും 1959 പുസ്തകത്തെ അടിസ്ഥാനമാക്കി ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന സിനിമ റിലീസ് ചെയ്യുകയും ചെയ്തു. ആൻ താമസിച്ചിരുന്ന സീക്രട്ട് അനക്സ് എന്ന സ്ഥലം ഇന്നൊരു മ്യൂസിയമാണ്. മഹാന്മാർക്കടക്കം ഇൻസ്പിറേഷനായ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പുസ്തകത്തിലെ 1944 മെയ് 22, മെയ് 25 എന്നീ ദിവസങ്ങളിലെ ഡയറി കുറിപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആൻ ഫ്രാങ്കിന്റെ ഫസ്റ്റ് ഡയറി നോക്കാം. ദ ഡയറി ഡേറ്റഡ് മൺഡേ 22 മെയ് 1944. ഡിയർ കിറ്റി. കിറ്റി ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. സിസി വാൻ മാക്സ്വെൽറ്റിൻ്റെ ജൂപ്ഡർ ഹോൾ എന്ന് പറഞ്ഞ ബുക്കിലെ ഒരു ക്യാരക്ടറാണ് കിറ്റി. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയൊക്കെ കിറ്റിക്ക് എഴുതുന്ന കത്തുകളുടെ രൂപത്തിലാണ് എഴുതാറ്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. To our great horror and regret, we hear that the attitude of a great many people towards us Jews has changed. We hear that there is anti-Semitism now in circles that never thought of it before. This news has affected us all very, very deeply. The cause of this hatred of the Jews is understandable, even human sometimes, but not good. ആൻ ഫ്രാങ്ക് പറയാണ്, ജ്യൂസിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് മാറി എന്നുള്ളത് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ ആൻറ്റി മീൻസ് ഹേറ്റ്രഡ് ടുവേർഡ്സ് ജ്യൂസിനോടൊരു വിരോധ മനോഭാവം തന്നെ ആളുകൾക്ക് ഇടയിൽ വന്നിരിക്കുകയാണ്. അത് ജ്യൂസിനെ, അതായത് ഞങ്ങളെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. ഈ ഒരു വിരോധ മനോഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്, ഇതിൻ്റെ കാരണം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്.
പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ്. The Christians blame the Jews for giving secrets away to the Germans, for betraying their helpers, and for the fact that through the Jews a great many Christians have gone the way of so many others before them and suffered terrible punishments and dreadful fate. ക്രിസ്ത്യൻസ് ജ്യൂസിനെ ബ്ലെയിം ചെയ്യുന്നത് അവർ സീക്രറ്റ്സ് ഒക്കെ ജർമ്മൻസിന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവരെ ഹൈഡ് ചെയ്യാൻ സഹായിച്ച ജർമ്മൻസിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ സഹായിച്ച ക്രിസ്ത്യൻസിനെ വരെ അവർ ഒറ്റുകൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുമാണ്. അങ്ങനെ ജ്യൂസിനെ സഹായിച്ചതിൻ്റെ പേരിൽ മാത്രം സിവിയർ പണിഷ്മെൻറ്റ്സ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്ത്യൻസിന് ജർമ്മൻസിൻ്റെ കയ്യിൽ നിന്ന്. This is all true, but one must look at all these things from both sides. Would Christians behave differently in our place? The Germans have a means of making people talk. Can a person entirely at their mercy, whether Jew or Christian, always remain silent? Everyone knows this is practically impossible. Why then should people demand the impossible of the Jews? ആൻ ഫ്രാങ്ക് പറയുകയാണ് ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ചിന്തിക്കണം. ജ്യൂസ് പിടിക്കപ്പെടുന്ന സമയത്ത് ജർമ്മൻസ് അത്രയ്ക്കധികം ഫിസിക്കൽ ടോർച്ചർ നൽകി ആദ്യം തന്നെ പറയിപ്പിക്കാൻ ശ്രമിക്കുക ആരാണ് ഹൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്രയ്ക്കധികം ഫിസിക്കൽ ടോർച്ചർ ലഭിക്കുമ്പോൾ ആരായാലും തുറന്ന് പറഞ്ഞു പോകും. ഇവരുടെ സ്ഥാനത്ത് ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. ഏതൊരു മനുഷ്യനാണെങ്കിലും ജ്യൂ ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആ ഒരു സമയത്ത് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അത്രയ്ക്കധികം വേദന സഹിച്ച് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ജ്യൂസിനോട് മാത്രം എന്തിനാണ് ചെയ്യാൻ പറയുന്നതെന്നാണ് പറയുന്നത്. അവിടെ ജ്യൂസിനെ ബ്ലെയിം ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലെ 3ാമത്തെ പാരഗ്രാഫ് തൊട്ടാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഓക്കെ. It's being murmured in underground circles that the German Jews who emigrated to Holland and who are now in Poland may not be allowed to return here. They once had the right of asylum in Holland, but when Hitler has gone, they will have to go back to Germany again. അപ്പോൾ പണ്ട് ഏറ്റവും ആദ്യം ജർമ്മനിയിൽ കഴിഞ്ഞിരുന്ന ആൾക്കാർ ജൂതന്മാർ, പ്രത്യേകം ശ്രദ്ധിക്കുക, ജൂതന്മാർ, പണ്ട് ജർമ്മനിയിൽ കഴിഞ്ഞിരുന്ന ജൂതന്മാർ, ജർമ്മൻ ജൂതന്മാർ ഹോളണ്ടിലേക്ക് എമിഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഹോളണ്ടിലേക്ക് കുടിയേറി പാർത്തിരുന്നു. എമിഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുടിയേറി പാർക്കുക. നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ബംഗാൾ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ആളുകളെ കുറച്ച് പേരെ എമിഗ്രേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ജർമ്മനിയിൽ നിന്ന് ഹോളണ്ടിലേക്ക് പണ്ട് കുറച്ച് ജൂതന്മാരൊക്കെ എമിഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ പോളണ്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ആൻ ഫ്രാങ്ക് പറയുന്നത് മൊത്തത്തിൽ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ സംസാരം അല്ലെങ്കിൽ ഒരു ലൈക്ക് റൂമർ ആകെ പരക്കുന്നുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജർമ്മൻ ജ്യൂസിന്, ഈ ജർമ്മൻ ജൂതന്മാർക്ക് തിരിച്ച് ഇപ്പൊ അവരെവിടെയാണ് താമസിക്കുന്നത്? ഇപ്പൊ അവര് പോളണ്ടിലാണ് താമസിക്കുന്നത്. പണ്ട് ഹോളണ്ടിലേക്ക് കുടിയേറി പാർത്തവരായിരുന്നു അവര്. ഇപ്പൊ അവര് പോളണ്ടിലാണ് താമസിക്കുന്നത്. ഇവർക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകാനായിട്ട്, ചെല്ലാനായിട്ട് അനുവദിക്കില്ല എന്നാണ് പൊതുവെ ആളുകൾക്കിടയിലുള്ള ഒരു റൂമർ എന്ന് പറയുന്നത്. They once had the right of asylum in Holland. അസൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെൽട്ടർ അല്ലെങ്കിൽ അഭയം കൊടുക്കുക. അവർക്ക് പണ്ട് ഹോളണ്ടിൽ അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നു. But when Hitler has gone, they will have to go back to Germany again. പക്ഷേ ഹിറ്റ്ലറുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ജർമ്മനിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. പക്ഷെ എന്താണ് ആളുകളുടെ സംസാരം? അവർക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് അനുവാദം ഇല്ലെന്നാണ് ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു റൂമർ എന്ന് പറയുന്നത്. When one hears this, one naturally wonders why we are carrying on with this long and difficult war. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് തോന്നിയൊരു സംശയമാണ്, നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഇത്രയും നീണ്ട അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടി നിറഞ്ഞിട്ടുള്ള ഒരു വാർ, ഒരു യുദ്ധം എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വളരെ അത്ഭുതത്തോടെ തന്നെ ഒരാൾ ചിന്തിക്കുകയാണ്. വി ഓൾവേസ് ഹിയർ ദാറ്റ് വി ആർ ഓൾ ഫൈറ്റിംഗ് ടുഗദർ ഫോർ ഫ്രീഡം, ട്രൂത്ത് ആൻഡ് റൈറ്റ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫ്രീഡത്തിന്, സ്വാതന്ത്ര്യത്തിന്, അതുപോലെ ട്രൂത്ത്, സത്യത്തിന്, ശരിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. Is this God going to show itself when we are still fighting? Is the Jew once again worthless than another? അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മളെ സ്വയം മറ്റുള്ളവരിൽ നിന്ന് സ്വയം വില കളയുന്നത് എന്ന് ആൻ ഫ്രാങ്ക് പറയാണ്. ഓ ഇറ്റ് ഈസ് സാഡ്, വെരി സാഡ് ദാറ്റ് വൺസ് മോർ ഫോർ ദ umpteenth time the old truth is confirmed. What one Christian does is his own responsibility. What one Jew does is thrown back at all Jews. അപ്പോൾ umpteenth time എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ടൈംസ്, പല പ്രാവശ്യം, പണ്ട് തൊട്ടേ പല പ്രാവശ്യം കേട്ടുവരുന്ന ഒരു കാര്യമാണ്
ക്രിസ്ത്യൻസ്, ഒരു ക്രിസ്ത്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ പേഴ്സണൽ തെറ്റായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. എന്നാൽ ഒരു ജൂതനാണ് ക്രിസ്ത്യന് ഭാരം തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഹോൾ കമ്മ്യൂണിറ്റി, ആ മൊത്തം ഒരു വിഭാഗത്തെ തെറ്റുകാരനാക്കുന്ന ഒരു രീതിയായിരുന്നു. അത് പണ്ട് തൊട്ടേ കേട്ടുവന്ന ആ ഒരു സത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് എത്രയധികം വിഷമകരമായ ഒരു സംഭവമാണെന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 പാരഗ്രാഫിൽ നിന്നും അന്നത്തെ കാലത്തോടുണ്ടായിരുന്ന ആൻ ഫ്രാങ്കിന്റെ ആ ഒരു വെറുപ്പ്, ജൂതന്മാരെ അവഗണിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആൻ ഫ്രാങ്കിന് ഉണ്ടായിരുന്ന ആ ഒരു സമൂഹത്തോടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയോടുണ്ടായിരുന്ന ആ ഒരു വെറുപ്പൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. Hi all, I am Ashwini Prakash from second year BSc Chemistry and I am here to explain the 6th, 7th, 8th and 9th paragraph of the lesson, The Diary of a Young Girl by Anne Frank. When we look into the 6th paragraph of this lesson, quite honestly, I cannot understand that the Dutch, who are such a good, honest, upright people, should judge us like this. We, the most oppressed, the unhappiest, perhaps the most pitiful of all people of the whole world. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും അൺഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പിറ്റിഫുൾ ആയിട്ടുള്ള, ഏറ്റവും ദയ അറിയിക്കുന്ന അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള, ഒപ്രസ്ഡ് എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ട, അങ്ങനെയുള്ള ഈ ജൂസ് പീപ്പിളിനെ പറ്റി എന്തിനാണ് ഡച്ച് പീപ്പിൾസ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ആൻ ഫ്രാങ്ക് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് തങ്ങളോട് ഇത്ര വിദ്വേഷമെന്നും എന്തിനാണ് ഇവർ ഞങ്ങളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നും തനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് 6th പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. When we look into the 7th paragraph, I hope one thing only, that this hatred of the Jews will be a passing thing, that the Dutch will show what they are after all, and that they will never totter and lose their sense of right. For anti-Semitism is unjust. അപ്പോൾ ഈ 7th പാരഗ്രാഫിൽ പറയുന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരിക്കൽ ഈ വിദ്വേഷവും ഇവരോടുള്ള എതിർപ്പും ഒരു ദിവസം എന്തായാലും മാറും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആൻറ്റി-സെമിറ്റിസം, അതായത് ഈ ജൂസ് പീപ്പിളിനോടുള്ള ഹെയ്റ്റ്, അത് വെറും അൺജസ്റ്റാണ്, അതായത് അനീതിയാണ്. അതൊരു ദിവസം മാറുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. And if this terrible threat should actually come true, then the pitiful little collection of Jews that remain will have to leave Holland. അതായത് 8th പാരഗ്രാഫിൽ പറയുന്നത്, ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു ത്രെട്ട് ഇതുപോലെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ ഹോളണ്ടിലുള്ള വളരെ ചുരുക്കം ആയിട്ടുള്ള, വളരെ കുറവാണ് ഹോളണ്ടിൽ ഇപ്പോൾ തന്നെ ജൂസ് പീപ്പിൾസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളണ്ടിലുള്ള ചുരുക്കം ആയിട്ടുള്ള ഈ ജൂസ് പീപ്പിൾസ് ഹോളണ്ട് വിട്ട് പോവേണ്ട വരും എന്നാണ് ഇവിടെ പറയുന്നത്. വി ടു ഷാൾ ഹാവ് ടു മൂവ് ഓൺ അഗെയിൻ വിത്ത് അവർ ലിറ്റിൽ ബണ്ടിൽസ്. അവർക്ക് അവരുടെ ലിറ്റിൽ ബണ്ടിൽസ്, അതായത് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് അവർക്ക് ഇവിടുന്ന് ഹോളണ്ടിൽ നിന്ന് പോവേണ്ടി വരും എന്നാണ് പറയുന്നത്. ആൻഡ് ലീവ് ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി which offered us such a warm welcome and which now turns its back on us. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ രാജ്യം ഒരു ദിവസം ഈ പ്രതിസന്ധി ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലിറ്റിൽ ബണ്ടിൽസുമായി ഈ ചെറിയ പോപ്പുലേഷൻ ഇവിടെ നിന്ന് പോവേണ്ടി വരും. ജർമ്മനിയിൽ നിന്ന് വന്ന സമയത്ത് വളരെ നന്നായിട്ട് വെൽക്കം ചെയ്തു അവരെ ഈ രാജ്യം. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു മറുവശമാണ് അവർ കാണുന്നത്. ഇത് അന്ന് നന്നായി വെൽക്കം ചെയ്ത ഈ രാജ്യം ഇന്ന് അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇവിടെ നിന്ന് പോവേണ്ടി വരുമോ എന്ന് ഭയപ്പെടുകയാണ് ഇവിടെ. I love Holland. I who, having no native country, had hoped it might become my fatherland, and I still hope it will. അപ്പോൾ സ്വന്തമായിട്ട് ഒരു നാറ്റീവ് കൺട്രി ഇല്ലാത്ത ആൻ ഫ്രാങ്ക് ഇവിടെ വളരെയധികം ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ വിശ്വസിക്കുകയാണ് ഈ ഹോളണ്ട് ആൻ ഫ്രാങ്കിൻ്റെ ഫാദർലാൻഡ് ആവും എന്ന്. അത്രയധികം ഹോളണ്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൻ ഫ്രാങ്ക്. സ്വന്തമായിട്ട് നാറ്റീവ് കൺട്രി ഇല്ലാത്ത ആൻ ഫ്രാങ്ക് ഫാദർലാൻഡായിട്ട് ഹോളണ്ടിനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അത് അതുപോലെ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുന്ന് പോവേണ്ടി വരില്ല എന്നും വിശ്വസിക്കുന്നു.
ഇത്രയാണ് ഈ 4 പാരഗ്രാഫിലായിട്ട് പറയുന്നത്. താങ്ക് യു. Thursday, 25th May 1944. Dear Kitty, there is something fresh every day. This morning, our vegetable man was picked up for having 2 Jews in his house. It's a great blow to us. Not only that those Jews are balancing on the edge of an abyss, but it's terrible for the man himself. അപ്പോൾ ഓരോ ദിവസവും അവിടെ പുതിയ പുതിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നത്. ഇന്ന് രാവിലെ അവിടുത്തെ വെജിറ്റബിൾ മാനിനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ വീട്ടിൽ 2 ജൂതന്മാരെ ആൾ പാർപ്പിച്ചു എന്നുള്ള കുറ്റത്തിനാണ് ആൾ പിടിച്ചു കൊണ്ടുപോയത് പോലീസുകാർ. ഈ വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ ജൂതന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അഗാധ ഗർത്തത്തിൽ ആഴം കാണാൻ പറ്റാത്ത അത്രയും അളക്കാൻ പറ്റാത്ത അത്രയും വലിയ കുഴലിൽ വീണെടുക്കുന്ന ഒരു ജൂതന്മാരുടെ അവസ്ഥ. അവർ ഈ വാർത്ത അറിഞ്ഞത് അവർക്കിതൊരു വലിയ അടി തന്നെയായിരുന്നു. അതുകൂടാണ്ട് ആ പിടിച്ചുകൊണ്ടുപോയ ആളുടെ അവസ്ഥയും അതിനെക്കാട്ടേറെ ക്രൂരം തന്നെയായിരിക്കും. The world was turned topsy-turvy. Respectable peoples are being sent off to concentration camps, prison and lonely cells, and the dregs that remain govern young and old, rich and poor. അപ്പോൾ അവിടുത്തെ നല്ല നല്ല ആൾക്കാരെ ഓരോ ദിവസം അവിടെ കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് നമുക്ക് തോന്നും അവിടുത്തെ നമ്മുടെ ഈ ലോകം തല തിരിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് തോന്നുക. റെസ്പെക്റ്റബിൾ പീപ്പിൾസിനെയും അതുപോലെ നല്ല നല്ല ആൾക്കാരായിട്ടുള്ള സന്മനസ്സുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് ലോൺലി സെൽസിൽ അടച്ചിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലൊക്കെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി വരുന്ന അവിടുത്തെ പോലീസുകാർ അവിടുത്തെ പട്ടാളക്കാർ അവിടെയുള്ള ജൂതന്മാർ അല്ലെങ്കിൽ താഴ്ന്ന ഓൾഡ് അല്ലെങ്കിൽ യങ്സിനെയും അതുപോലെ റിച്ച് ആൻഡ് പൂവേഴ്സിനൊക്കെ അടിച്ചടക്കി ഭരിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. One person walks into the trap through the black market, a second through helping the Jews or other people who have had to go underground. Anyone who isn't a member of NSB doesn't know what may happen to him from one day to another. അപ്പോൾ അവിടെ എന്തിനൊക്കെയാണ് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ ഒരു ജൂതനെ ആയിരിക്കും പിടിച്ചു കൊണ്ടുപോകുക. ഈ ജൂതന്മാരെ സഹായിക്കുന്ന ആൾക്കാരെ അതുപോലെ അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ടി വന്നിരുന്ന ഒരാളെ സഹായിച്ചതിന് അതിനൊക്കെ ആയിരിക്കും പോലീസുകാർ വന്നിട്ട് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകേണ്ടിയിരിക്കുക. നമുക്ക് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നാളിൽ എന്താ സംഭവിക്കുകയെന്ന് NSBയിൽ അംഗമല്ലാത്ത മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾക്ക് എന്താ നടക്കണേന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. NSB എന്ന് പറയുന്നത് ഒരു ഡച്ച് നാസി പാർട്ടിയാണ്, നമ്മുടെ ഹിറ്റ്ലർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടി. അതിൽ അംഗമല്ലാത്ത ആൾക്ക് എന്താണ് നടക്കുന്നതെന്നും അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. Hello everyone, I am Chinmaya, BSc Chemistry second year student. So here I am going to take a seminar on the chapter The Diary of a Young Girl by Anne Frank. I am here going to take the last paragraph of The Diary of Anne Frank on Thursday, 25th May 1944. So in the recent paragraph we had seen that the man who brings vegetables to Anne Frank's family was caught for having 2 Jews in his house. So in this paragraph Anne Frank was saying about the consequences due to this. So let's go through the paragraph. The man is a great loss to us too. The girls can't and aren't allowed to haul along our share of potatoes. So the only thing to do is to eat less. I'll tell you how. We shall do that. It's certainly not going to make things any pleasanter. Mummy says we shall cut out breakfast altogether, have porridge and bread for lunch, and for supper fried potatoes and possibly once or twice per week vegetable or lettuce. Nothing more. We are going to be hungry, but anything is better than being discovered. So in this paragraph, Anne Frank was saying that the man is a great loss to their family because the girls can't and they aren't allowed to go out and buy their share of potatoes on their own. So ഈ ഒരു പാരഗ്രാഫിൽ ആൻ ഫ്രാങ്ക് പറയുന്നത് ആ ഒരു വെജിറ്റബിൾ കൊണ്ടുവന്നിരുന്ന ആളുടെ ലോസ് അവരുടെ ഫാമിലിക്ക് ഒരു വളരെ വലിയൊരു ലോസ് ആയിരുന്നു. കാരണം ഗേൾസിന് പുറത്ത് പോയിട്ട് അവരുടെ ഷെയർ വാങ്ങിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. സോ ഓൺലി തിങ് ദേ ഹാവ് ടു ഡു ഇസ് ടു ഈറ്റ് ലെസ്. ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുന്നത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ആൻ ഫ്രാങ്ക് വാസ് സേയിങ് her mummy told her that
they should cut out their breakfast altogether, and they should have porridge and bread for lunch, and for supper fried potatoes, and also once or twice in a week vegetables or lettuce. Nothing more. സോ ആൻ ഫ്രാങ്കിൻ്റെ മമ്മി അവരുടെ അടുത്ത് പറഞ്ഞത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക, പിന്നെ ലഞ്ചിന് ബ്രെഡോ പൊറിജോ കഴിക്കുക, ആൻഡ് ഫോർ സപ്പർ ഫ്രൈഡ് പൊട്ടാറ്റോസ് കഴിക്കുക, പിന്നെ വൺസ് ഓർ ട്വൈസ് പെർ വീക്ക് ലെറ്റ്യൂസും വെജിറ്റബിൾസും കഴിക്കുക. അതാണ് ആൻ ഫ്രാങ്കിൻ്റെ മമ്മി പറഞ്ഞത്. ആൻഡ് ഇൻ ദ ലാസ്റ്റ് സെൻറ്റൻസ് ആൻ ഫ്രാങ്ക് വാസ് സേയിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ബി ഹംഗ്രി ബട്ട് എനിത്തിങ് ഇസ് ബെറ്റർ ദാൻ ബീയിങ് ഡിസ്കവേർഡ്. ഇപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് ആയിട്ടുള്ള ലൈനിൽ ആൻ ഫ്രാങ്ക് പറയുന്നത് പിടിക്കപ്പെടുന്നതിനേലും ഏറ്റവും ബെറ്ററാണ് ഹംഗ്രി ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് എന്നാണ്. സോ ഷി വാസ് റെഡി ടു സഫർ എനിത്തിങ് ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ ദാൻ ബീയിങ് ഡിസ്കവേർഡ് ഓർ ബീയിങ് കോട്ട്. ഓക്കെ, താങ്ക് യു.